മരിച്ചു പോകുമായിരുന്ന 10,000-ങ്ങളെ രക്ഷിക്കാൻ സാധിച്ചതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാനും വിശ്വസിക്കുന്നു. മരിച്ചു പോകുമായിരുന്ന 10,000-കണക്കിന് ആളുകളെ കോവിഡ് കാലത്ത് നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഞാൻ പറയുകയല്ല, അദ്ദേഹം വളരെ അവശനായിട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ എന്നെ യൂത്തിൻ്റെ ഒരു ആൾ വിളിച്ച, ടീച്ചർ ഒന്ന് ഇടപെടണം, ഇത് മരിച്ചു പോകും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പിന്നെ അവിടുത്തെ ആ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് ഒരു ICU തരപ്പെടുത്തി അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി. ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു. ചിലപ്പോൾ മരിച്ചു പോയേക്കാം. അങ്ങനെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നും നോക്കിയിട്ടല്ല, എല്ലാവരെയും LDF-ൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അസുഖം വന്നിട്ട് നമ്മുടെ MP ജയരാജൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നതാണ്. പേടിയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ. അയ്യോ, വളരെ സീരിയസ് ആയിട്ട് ജയരാജൻ ഞങ്ങൾക്കെല്ലാം പേടിച്ച് ഇതായിരുന്നു. പക്ഷേ അദ്ദേഹം റിക്കവർ ചെയ്ത് വന്നു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജീവൻ തിരിച്ച് എടുത്ത് വന്നിട്ടുണ്ട്.